അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇറ്റാലിയൻ കുക്കീസിന് വേണ്ടിയിട്ട് നമ്മൾ അളവിന് വേണ്ടി ഗ്ലാസ് എടുക്കുന്ന ഈ ഒരു കപ്പാണ്, ഈ ഒരു ടീ കപ്പ്. വീണ്ടും ഇതേപോലെ ഒരു ബൗളൂടെ വേണം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ ഒരു അര കപ്പ് നമ്മുടെ ഈ ഒരു വൈൻ വേണം. ഈ വൈന് നമ്മുടെ നോൺ ആൽക്കഹോളിക് വൈനാണ്, റെഡ് വൈനാണ്. നമ്മുടെ വൈറ്റ് ആ ഒരു വൈനായാലും യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു റെഡ് വൈൻ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് ഗ്രേപ്പ് ആൻഡ് ആപ്പിൾ മിക്സ് ആ ഒരു വൈനാണ്. സോ അത് ഞാൻ ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബൗളിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു വൈനിലോട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. 1/4 കപ്പ് മുതൽ അര കപ്പ് വരെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച്. ഇത് കുറച്ച് മധുരം കുറഞ്ഞ കുക്കീസാണ്. അപ്പോൾ ഇത്രയും മതി, ഏകദേശം ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒന്ന് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് വീണ്ടും 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഒലീവ് ഓയിലാണ് മെയിനായിട്ടും ഇറ്റാലിയൻ കുക്കീസിലൊക്കെ ആഡ് ചെയ്യാറ്. അതില്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, അല്ലെങ്കിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അതിന് ശേഷം നമ്മുടെ ഓൾ പർപ്പസ് നമ്മുടെ ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഒരു 2.5 കപ്പ്, ആ ഒരു സെയിം കപ്പിൽ 2.5 കപ്പ് മൈദ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ നല്ലോണം ടൈറ്റായിട്ടുള്ള ഒരു ഡോ ആണ് ആവശ്യമായിട്ടുള്ളത്. സോ ആ മൈദ ഫുള്ളായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കൈ വെച്ചിട്ട് നമ്മൾ ആ ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടണം. സോ നല്ലോണം കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. സൂക്ഷിച്ച് തന്നെ കുഴച്ചെടുക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സോ അത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ്നെസ് ആയിട്ടുള്ള ഒരു മാവാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ ടേബിൾ ടോപ്പിലോ നമ്മുടെ ആ ഒരു കട്ടിംഗ് ബോർഡ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചപ്പാത്തി വരുത്തുന്ന ഈ സംഭവത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് ഒരു ചെറിയ റോളായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. സോ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പോൾ റോൾ ചെയ്തതിന് ശേഷം ഒരു പീസ് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം അത് വീണ്ടും കട്ട് ചെയ്തിട്ട് ഓരോ സ്റ്റാൻഡ്സ് എടുത്ത് നമ്മളിങ്ങനെ റോൾ ചെയ്യണം. അത് ഞാൻ ആ വീഡിയോ എൻ്റെ കയ്യിലില്ല. ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. കൊച്ചു സ്ട്രാൻഡ്സായിട്ട് എടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഈ ഒരു നമ്മുടെ ചൂണ്ടുവിരലിന് ചുറ്റും ഇങ്ങനെ ഒരു റിങ് പോലെ എടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഒറിജിനൽ നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റ്സ് കുക്കീസ് ഇരിക്കാറ്. ബട്ട് എൻ്റെ കയ്യിൽ ഓവനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ടി കുറയ്ക്കാൻ വേണ്ടിയാണ്. നോർമൽ ടറല്ലി എന്ന് പറയുന്ന ആ ഒരു കുക്കീസ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റിൽ കുറച്ച് പഞ്ചസാരയാണ്. പ്ലേറ്റിലൊന്ന് പരത്തിയിടുക. അതിനുശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് അതിലോട്ട് ഒട്ടിച്ച് വയ്ക്കുക. അത് നമുക്ക് ഈ ഒരു കുക്കീസ് ബേക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. സോ ഞാൻ പഞ്ചസാര എല്ലാ കുക്കീസിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ കുക്കീസൊക്കെ ഈ ഒരു സൈസിൽ ഞാൻ കൂടുതൽ ചെറിയ കുക്കീസാണ് ഉണ്ടാക്കിയത്, ബിക്കോസ് പെട്ടെന്ന് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. അവനൊക്കെ ഉള്ളവരാണെങ്കിൽ വലുതായിട്ട് ചെയ്താൽ മതി. മാത്രമല്ല കുറച്ചൊന്ന് റോൾഡ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പിലെടുക്കുക. ഞാൻ ആ കുക്കീസെല്ലാം ഈ ഒരു ബട്ടർ പേപ്പറിൽ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കറിലോട്ട് ഞാൻ ഒരു പഴയ കുക്കർ എടുത്തിട്ടുണ്ട്. പഴയ കുക്കറിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു റിങ്ങും കൂടെ വെച്ചതിന് ശേഷം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. സിമ്മിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലേറ്റ് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്ലോസ് ചെയ്ത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ച് വയ്ക്കുക. അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുക്കീസ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ബട്ട് നമുക്കിതൊന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വെക്കണം, ബിക്കോസ് അതൊന്ന് വലുതാവാനായിട്ട് ചാൻസ് ഉണ്ട്. കുക്കീസ് വലുതായിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് കുക്കീസ് കിട്ടും.